ഗൈസ് താഴെക്കൂടി കുഞ്ചിപ്പുഴ ഒഴുകുന്നു. ഞാനിപ്പോൾ ഉള്ളത് സൈലൻറ്റ് വാലി അപാര ഫോറസ്റ്റ്. ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ, ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇങ്ങനൊരു ഫോറസ്റ്റാണെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്പോട്ടാണ്. വെൽക്കം ടു സൈലൻറ്റ് വാലി. കാടും കോടമഞ്ഞും മഴയുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്. വന്യമൃഗങ്ങൾ മേഞ്ഞു നടക്കുന്ന ഈ തിക്ക് ഫോറസ്റ്റിലേക്ക് പോയ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അട്ടപ്പാടി ചുരം വഴിയാണ് നമ്മുടെ യാത്ര. രാവിലെ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം രാവിലെ 8 മണിക്ക് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഓപ്പൺ ആക്കും. പോകുന്ന വഴിയിൽ ചുരം വ്യൂ പോയിന്റിൽ നിർത്തി കുരങ്ങന്മാരോടൊക്കെ കഥ പറഞ്ഞ് പോകാൻ നല്ല രസമാണ്. ഗൈസ്, വണ്ടി തടഞ്ഞിരിക്കുകയാണ് ഇവിടെ. കുരങ്ങന്മാരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ വണ്ടി തടഞ്ഞിരിക്കുകയാണ് ഇവിടെ. അട്ടപ്പാടി ചുരത്തിലെ വ്യൂ പോയിന്റാണ്. ഇവർ വണ്ടിയിൽ കയറാനാകാതെ നിൽക്കുകയാണ്. ഫാത്തിമേ, എന്താ കുരങ്ങന്മാര് വണ്ടി തടഞ്ഞോ? എന്താ പറ്റി പറയൂ. അങ്ങനെ വീണ്ടും അട്ടപ്പാടി ചുരത്തിലെ കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ചുരം കയറി മുക്കാലി എന്ന ടൗണിൽ എത്തിയിട്ട് ലെഫ്റ്റിലേക്ക് എടുത്താലാണ് നമുക്ക് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഈ ഓഫീസ് കാണാനാവുക. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 600 രൂപയാണ്. കുട്ടികൾക്ക് ഫ്രീ ആണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടേക്ക് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് മുക്കാലി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ മുക്കാലി ടൗണിൽ എത്തിച്ചേരാവുന്നതാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. ഇവിടെ നിന്ന് നമ്മൾ 23 കിലോമീറ്റർ ഈ ബസ്സിലാണ് കാടിൻ്റെ ഉൾവനത്തിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ബസ്സിൽ കയറി കാട്ടിലേക്ക് പോവുകയാണ്. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ കാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പിന്നെ കാടാണ്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഭയങ്കര സ്ട്രിക്റ്റാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും സിഗരറ്റ് വലിക്കാൻ പാടില്ല. അതുപോലെ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒരു മൂടി പോലും ഇടാൻ പാടില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് ഇവിടെ. 23 കിലോമീറ്റർ 22 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുന്നത് ബഫർ സോൺ കൂടെയാണ്. ഈ ബഫർ സോൺ കഴിഞ്ഞ ശേഷമേ ഫോർ ഏരിയയിലേക്ക് നമ്മൾ കിടക്കുള്ളൂ. അതിൽ പോകുന്നൊരു 8 കിലോമീറ്റർ ഒരു പ്ലാന്റേഷൻ ഏരിയ ആണ്. കാപ്പി കുരുമുളക് പ്ലാന്റേഷൻ ഏരിയ. ഇതൊരു ഫാം സൊസൈറ്റി എന്ന് പറയും, ഹരിജന സൊസൈറ്റി. നമ്മൾ ഇവിടുത്തെ ട്രൈബൽ ആളുകളാണ് ഇവിടുത്തെ ജോലിക്കാർ കംപ്ലീറ്റ്. ഇതിന്റെ അടിക്കാടുകൾ മാത്രമേ നമ്മൾ വെട്ടിയോളും, മരുന്നും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്യുന്നത് നേച്ചറായിട്ടുള്ള സാധനമാണ്. ഇതെല്ലാം നമ്മൾ സൊസൈറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുപോകും. ഒരു കയറ്റുമതിയാണ്. അപ്പൊ ഇതിന്റെ ചെയർമാൻ നമ്മുടെ പാലക്കാട് ജില്ലാ കളക്ടറാണ്. സാറിന്റെ വലിയ മെയിൻ ഓഫീസർമാരുണ്ട്, എന്നാലും സാറാണ് അതിന്റെ കൂടുതലും കാര്യങ്ങളെല്ലാം നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ള ട്രൈബൽ ആളുകൾ തന്നെയാണ് അതിന്റെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുറത്തുള്ള ആളുകളും കുറച്ച് പേരും കൂടിയാണ് ഇതിന്റെ ജോലിക്ക്. 140 ഏക്കറോളം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭൂമി സർക്കാരിന്റെ ഫോറസ്റ്റിന്റെ ടെൻഡറിന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിലൊരു 140 ഏക്കറിൽ ഇത് 8 കിലോമീറ്റർ ദൂരം നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ കാപ്പി കുരുമുളകുണ്ട്. അതിൽ 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ട്രൈബൽ വില്ലേജ് ഉണ്ട്. ആ കോളനി കഴിഞ്ഞാൽ പിന്നെ വീടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നല്ല പ്രകൃതിയാണ് കേട്ടോ, കാടാണ്. മൃഗങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, അതൊക്കെ നിങ്ങളുടെ ലക്കിയാണ്. എല്ലാം ഉണ്ട്. കാരണം നമ്മുടെ ഇപ്പം മറ്റുള്ള സ്ഥലം മാതിരി ഓപ്പൺ ഏരിയ അല്ല. അത് മഴക്കാലമായാലും വേനൽക്കാലമായാലും കംപ്ലീറ്റ് തിക്ക് ഫോറസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണാൻ ബുദ്ധിമുട്ട്. ഇത് കുറച്ച് ഓപ്പൺ ഏരിയയാണ്. ഇതിലൊക്കെ ചെറിയ മാനുകളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ അങ്ങോട്ട് കഴിഞ്ഞാൽ കുറച്ചാണ്ട് കഴിഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമേ നമ്മൾ കാട്ടിലേക്ക് കയറുള്ളൂ. ഒരു 2.5 കിലോമീറ്റർ തേക്ക് പ്ലാന്റേഷൻ, 2 കിലോമീറ്റർ ജൂക്കാലിക്കാടും ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫോറയിലേക്ക് കിടക്കുള്ളൂ കേട്ടോ. 23 കിലോമീറ്റർ 22 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമേ നമ്മൾ സൈലന്റ് വാലി എത്തുള്ളൂ, ഫോറയിലേക്ക് കേട്ടോ. അതിൽ കാട്ടിലേക്ക് കയറണമെങ്കിൽ 9-10 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമേ നമ്മൾ കാട്ടിലേക്ക് കയറുള്ളൂ. അപ്പൊ ഓരോ സ്ഥലത്തുമ്പോ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്ലാസ്റ്റിക്കും സാധനങ്ങളും ഒന്നും പുറത്തിടരുത്, ഒരു പഴത്തൊരു പോലും പുറത്തിടരുത് കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മൾ ഡ്രൈ ആവും. വേനൽക്കാലമായി കഴിഞ്ഞാൽ കംപ്ലീറ്റും ഡ്രൈ ആവും. മരങ്ങളിലെ കംപ്ലീറ്റ് ഇല കൂടി കംപ്ലീറ്റ് ഡ്രൈ ആവും. നമ്മൾ അവിടെ ചെന്ന് ഡ്രൈ ആവാത്ത കാടുകൾ നിത്യഹരിതവനം കേട്ടോ.
അങ്ങനെ കാട്ടിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ചുറ്റിലും കാടാണ്. അതുപോലെ ബസ്സിൽ മറ്റു ചില ആളുകളുമുണ്ട്. ഇവിടെ 2 വലിയ ബസ്സും പിന്നെയൊക്കെ വരുന്നത് ജീപ്പാണ്. അപ്പോൾ ബസ്സിലാണ് യാത്ര നമുക്ക് ചെയ്യാൻ സുഖം. കാരണം ബസ്സിൽ കുറച്ച് വിശാലമായിട്ടിരിക്കാം. അപ്പോൾ നേരത്തെ വന്നാൽ 8 മണിക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ്സിൽ പോകാം. ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്കൊക്കെ ജീപ്പേ കിട്ടുള്ളൂ. ഇനി 2.5 കിലോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തേക്ക് പ്ലാന്റേഷൻ ആണത്. 1960-61 കാലഘട്ടത്തിൽ തേക്ക് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. ഈ തേക്കിന് വളർച്ചയില്ല. തേക്ക് ചൂടാണ് നമുക്ക് വേണ്ടത്. തണുപ്പായതുകൊണ്ട് തേക്ക് വളരുന്നില്ല. പിന്നെ നമുക്ക് ബഫർ സോണുമായി നാഷണൽ പാർക്കുമായി, അതുകൊണ്ട് നമുക്ക് ഒരു മരങ്ങൾ നമുക്ക് പുറത്ത് മുറിക്കാൻ പറ്റില്ല. അത് അവിടെ കിടന്ന് ഒരു കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ വീട് ചെതറി പിടിച്ച് മണ്ണോട് മണ്ണിലേക്ക് ചേരുക. റോട്ടിലുണ്ടെങ്കിൽ മരങ്ങളുണ്ടെങ്കിൽ നമ്മൾ വെട്ടി മാറ്റിയിടുക എന്നല്ലാതെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല. അത് എത്ര വലിയ തടിയാണെങ്കിലും അവിടെ കിടക്കും. മേഡം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒരു സാധനം നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇത് 200 വർഷം പഴക്കമുള്ള ഒരു മരമാണ്. ഒരു പടുവൃക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ. നല്ല ഭംഗിയുണ്ട്. ഉണ്ടാവാം. ഞങ്ങൾ പോയ ദിവസം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് ഈ ചങ്ങായി കൊടി പിടിച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ കിടങ്ങാം കേട്ടോ. ഇവിടെ കൂടുതൽ നേരം നിർത്താൻ പറ്റില്ല. മരത്തിന്റെ കൊമ്പ് ഒടുങ്ങിയത് കൊണ്ടേ കാല് അവിടെ നിൽക്കാം. മലമുകളിൽ നിന്ന് ഉറവ പൊട്ടി വരുന്ന വെള്ളമാണ്. മനുഷ്യസ്പർശമേൽക്കാത്ത വെള്ളം, നല്ല ശുദ്ധയായ വെള്ളം, നല്ല തണുത്ത വെള്ളം, നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്ന ഭൂമിയിലെ നാച്ചുറൽ വാട്ടർ. ഉൾവനത്തിലേക്ക് പോകുന്തോറും കോടമഞ്ഞും കൂടി വരികയാണ്. കോടമഞ്ഞും കാടും കൂടി നല്ല കോമ്പിനേഷനാണ്. വന്നോട്ടോ, ബഫർ സോൺ കഴിഞ്ഞു. ഇനിയാണ് ഫോർ ഏരിയ. ഇതാണ് നിത്യഹരിതവനം എന്ന് പറയുന്നത്. ഇതിന്റെ ശരിക്കുള്ള അങ്ങോട്ട് പേരാണ് സൈലൻട്രി വനം എന്നാണ് പറയുക കേട്ടോ. ഒരു മഹാഭാരതപ്പെട്ട കാടാണിത്. ഇതിന്റെ വർഷങ്ങൾക്ക് മുന്നേ മുനികൾ വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ. ഇതിന്റെ അപ്പുറം ഇതാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ്. ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ മുഴുവൻ സമയവും ഇതുപോലെയുള്ള കാലാവസ്ഥയായിരിക്കും എന്നാണ്. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ പാലം വഴി മറ്റൊരു പ്രദേശത്തേക്ക് കടക്കുകയാണ്. ഇത് വനം വകുപ്പ് തന്നെ നടത്തുന്ന ഒരു ചായക്കടയാണ്. ഇവിടെ നിന്ന് ചായയും കാപ്പിയൊക്കെ കഴിക്കാം. അതുപോലെ നല്ല ഇലയുടെയും ഇവിടെ കിട്ടുന്നതാണ്. ഇനിയാണ് ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. കാടിൻ്റെ ഉള്ളിലൂടെ ഒരു 1.5 കിലോമീറ്റർ എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അട്ട നന്നായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. വിവിധമായ വനം. ഇല്ല ഗൈസ്, വേറെ ലെവൽ ഫോറസ്റ്റ്, വേറെ ലെവൽ. ആനക്ക് ഒരു 10 കഴിഞ്ഞ 2 മാസം മുമ്പൊക്കെ ആന ഫുള്ള് ആയിരുന്നു. ആന തിന്നിട്ട് ഈറ്റ തിന്നിട്ട് ടൂറിസ്റ്റാണ്. ഇവിടെ ആനയും പുലിയും എല്ലാ സാധനങ്ങളും. ഇവിടെ ഒരാളെ കാണിച്ചാണ്.
നോക്ക് ഡാത്തിമേ, ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. എന്നാൽ മലവെള്ളപ്പാച്ചിൽ കാരണം അത് തകർന്നു. ഇപ്പോൾ പുതിയൊരു തൂക്കുപാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുന്തിപ്പുഴ. ഇത് വളർത്താലോ? അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ഒരുപാട് പ്രാവശ്യം നമ്മളെ അട്ട കടിച്ചു. അപ്പോൾ അട്ടയെ പേടിയുള്ളവർ അതുപോലെ അറപ്പുള്ളവരൊന്നും ഇങ്ങോട്ട് വരരുത്. കാരണം കുറച്ച് സീനാണ്. ഈ കാലില് ഇത് കണ്ടോ, 1 2 3 4 5 6 അട്ട അടിച്ചു എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കും. എത്ര 6 പൂച്ചയുടെ മരജ്ജ അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ചുറ്റും നമുക്ക് 360 ഡിഗ്രി വ്യൂവിൽ ഈ സൈലൻറ്റ് വാലി ഫോറസ്റ്റ് മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ്. ഗൈസ്, വാച്ച് ടവറിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. കിഡിലൻ വ്യൂ ആണ്, 360 ഡിഗ്രി വ്യൂ. സൈലൻറ്റ് വാലി കാടുകൾ ചുറ്റിലും ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് ഗൈസ്. ഇവിടെ കോടമഞ്ഞും. ആ ഇതാ ഒഴുകി വരുന്നതാണ് കുന്തിപ്പുഴ. അങ്ങനെ തിരിച്ച് നമ്മൾ ബസ്സിൽ തന്നെ കയറാൻ വേണ്ടി പോവാണ്. തിരിച്ച് യാത്ര പോവാണ്. പോകുന്ന വഴിയിൽ ഒരു പച്ചിലപ്പാമ്പിനെ കണ്ടു. എന്തായാലും ഒരു കിഡിലൻ സ്ഥലമാണ്, കിഡിലൻ വൈബാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ സ്പോട്ടുകളെ പോലെയല്ല ഇത്. കാട്, കോടമഞ്ഞ്, മഴ, കിഡിലൻ സ്പോട്ടാണ്. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു.